ഞാൻ സ്വന്തമായിട്ട് ഗാനമേള ഞാൻ കൂടുതലും പലരുടെയും ട്രൂപ്പിൽ ട്രൂപ്പുകളിൽ പാടി പാടുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഒരു മനോധൈര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ട്രൂപ്പ് സ്റ്റാർട്ട് അതെ, ചെയ്തത്. അതെ, അതെ. അത് പക്ഷേ ഞാൻ ലീഡ് ചെയ്ത് പാടുന്ന ഒരു ട്രൂപ്പായിരുന്നു. ഞാനൊരു 10-15 പാട്ടോളമൊക്കെ പാടാനുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായി കിട്ടിയതിന് ശേഷമാണ് ഞാൻ സ്വന്തം ട്രൂപ്പ് സ്റ്റാർട്ട് അത് ഏത് ചെയ്തത്. വർഷമായിരുന്നു? അത് 87 ഒക്കെ 87 കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞു, ശരിയാ. ഈ 87, 88 ഞാൻ കലാഭവനിലായിരുന്നു. അതെ. അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്തു തുടങ്ങിയത്. പക്ഷേ എൻ്റെ പ്രോഗ്രാം വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ ഓർക്കസ്ട്ര വേറെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഞാൻ എൻ്റെ സ്വന്തം പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. കലാഭവൻ്റെ കൂടെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ട്രൂപ്പും കൊണ്ട് ഞാൻ വിദേശത്തൊക്കെ ആണെങ്കിൽ പോവുകയും. പക്ഷേ ഒരിക്കലും കലാഭവന്റെ പേര് യൂസ് ചെയ്തിട്ടില്ലല്ലേ സ്വന്തം പേര്? കലാഭവൻ്റെ പേര് ഞാൻ വെക്കുന്നുണ്ട്, കാരണം എന്നെ വിദേശത്ത് ആദ്യം കൊണ്ടുപോയത് കലാഭവനാണ്. എനിക്ക് അതിനെ ഒന്നും മറക്കാനേ എനിക്ക് പറ്റും. അതെങ്ങനെയായിരുന്നു വിദേശയാത്ര? ഞാൻ അവിടെ കലാഭവനിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ആബേലച്ചൻ, കലാഭവനിലെ അച്ഛൻ, നമുക്കിങ്ങനെ ഒരു ട്രൂപ്പ്, നമുക്കൊരു നമ്മുടെ മിമിക്രിയും നമ്മുടെ ഗാനമേള എല്ലാം കൂടെ ആയിട്ട് നമുക്ക് വിദേശത്തൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. 3 പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ആരൊക്കെയായിരുന്നു മിമിക്രിയിലുണ്ടായിരുന്നത്? മിമിക്രിയിലുണ്ടായിരുന്നത് ജയറാം, സൈനുദ്ദീൻ, നാരായണൻകുട്ടി ചേട്ടൻ, പിന്നെ റഹ്മാൻ, അങ്ങനെ ആളുകൾ. എൻ്റെ പഴയ കലാഭവനിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജയറാം എൻ്റെ കൂടെ ഇരുന്ന് ടാമ്പറിൻ വായിക്കുന്നുണ്ട് ഗാനമേളയ്ക്ക്. ഞാൻ അകലെയൊക്കെ പാടുന്ന സമയത്ത് ഞാൻ മ്യൂസിക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള, ഞങ്ങളുടെ ആ പ്രോഗ്രാം ഭയങ്കരമായിട്ട് അവിടെ ഹിറ്റ് ആയപ്പോഴത്തേക്കാണ്. പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ ജയറാം ഫിലിമിലൊക്കെ വരുന്നതൊക്കെ. ആ 3 പ്രോഗ്രാമായിട്ട് പോയത് പിന്നെ വൻ ഹിറ്റായി. ഒരുപാട് 15ഓളം പ്രോഗ്രാം ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു. അതെ, അതെ. ഒരു 3 പ്രോഗ്രാമിന് വേണ്ടി പോയി 15 പ്രോഗ്രാം ചെയ്ത് അത്രയും സക്സസ് ആക്കി വന്നു. അപ്പം അതിനകത്ത് മെയിൻ ലീഡ് ഗാനമേള പാട്ടുകാരിയായിരുന്നു? ഞാനും സാബു മാത്രമുള്ളായിരുന്നു പാട്ടുകാര്. എത്ര പാടുവരുന്നു? ഞാനൊരു 10-15 പാട്ടോളം പാടുമായിരുന്നു. ഞങ്ങൾ 1.5 മണിക്കൂർ ഗാനമേള, 1.5 മണിക്കൂർ മിമിക്രിയും, അങ്ങനെ 3 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ആയിരുന്നു. ഞാനാണ് അന്ന് ഈ ഫീമെയിൽ സിംഗേഴ്സ് പല വെറൈറ്റി സോങ് കൊണ്ടുവന്ന. അപ്പോൾ സാധാരണ ഫീമെയിൽ എന്ന് പറയുന്നത് ഫീമെയിൽ സോങ്സ് മാത്രം പാടും. അപ്പോൾ ഉഷാജിയുടെ പാട്ടുകൾ പാടത്തില്ല. അപ്പം ഞാൻ ആ ട്രെൻഡിലേക്ക് മാറി. അല്ല, പൊതുവേ ഇങ്ങനെ ഒരു വിഷമം എന്താണ്? എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നൊരു വിഷമം വരാൻ കാരണം എന്താ? എനിക്ക് അതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഞാനൊക്കെ ഉള്ളൂ. വേണ്ട, ഞാൻ കലാഭവനിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ആ CD കണ്ടിട്ടാണല്ലോ പത്മനാഭൻ സാറ് ജയറാമിനെ പടത്തിലേക്ക് വിളിക്കുന്നു, നടനാകുന്നൊക്കെ. ഞാനുണ്ടായിരുന്നു അതിനകത്തൊരു പാട്ടുകാരിയായിട്ട്. എൻ്റെ ഞങ്ങളുടെ ഗാനമേള അതിനകത്തൊരു മെയിൻ ഘടകമായിരുന്നു. അതെ, ഞങ്ങളുടെ ഗാനമേള ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഗൾഫ് കൺട്രീസിലൊക്കെ. അതിന്റെ കെയർ ഓഫ് കുറെ പ്രോഗ്രാം കിട്ടിയെന്നല്ല, അത് ഒരു സിനിമയിൽ ഒരു 4 വരി പാടിക്കാൻ പോലും എന്നെ ആരും വിളിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. സിനിമ അന്ന് എനിക്ക് ഒരു തോന്നുന്നു കോക്കസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമുക്ക് ആർക്കും സിനിമയിലും എവിടെയും ഏത് മേഖലയിലും എത്തപ്പെടാൻ പറ്റുന്ന ഒരു അവസരമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്നെ അറിയില്ലാതെ പോയി എന്നുള്ളതാണ് ഒരു ഇത്. പല ഘടകങ്ങൾ കൊണ്ടാവാം എന്നെ മാറ്റി നിർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ അതിനകത്തൊന്നും ബോധമല്ല. എനിക്ക് പാടാൻ എൻ്റെ ഈശ്വരൻ എപ്പോഴാണ് ഈ ശബ്ദം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ഈ കോട്ടയം ആലീസിന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അന്നും ഒരു കുറവില്ല. പിന്നെന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളത് അവര് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ എന്തിനാ ഇവരെ മാറ്റി നിർത്തി എന്നുള്ളത്.